Hey, my dear beautiful souls, welcome back to my channel Divine Speaks. My dears, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ഒന്നും നടക്കാതെ വരുന്ന ഒരു അവസ്ഥ ഫീൽ ചെയ്യാറുണ്ടോ? എല്ലാം നമ്മുടെ ചിന്തയിൽ മാത്രമായിരിക്കും. അത് ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം, ഇങ്ങനെ ആവണം, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, കരിയർ ഗ്രോത്ത് ഉണ്ടാക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഒരിക്കലും നമുക്കത് ചിന്തയിൽ മാത്രം ഒതുങ്ങിപ്പോകും. അതിനകത്ത് ആക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകാറുണ്ടോ? എന്തോ നമ്മളെ പുറകിലോട്ട് വലിക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റിക്ക് ഓൺ ആയി ഇരിക്കുന്നുണ്ടോ ഇപ്പോ? ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? എന്ത് എനർജിയാണ് നിങ്ങളിൽ ഇപ്പോൾ ഉള്ളത്? എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്? ഓക്കെ, അതുപോലെ എന്ത് ഗൈഡൻസ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? റൈറ്റ്, എന്ത് ലെസൺ ആണ് നിങ്ങൾ അന്ന് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ പുറകിലോട്ട് വലിക്കുന്നത്? അതായത് നിങ്ങളെ എന്താണ് മുന്നോട്ട് പോകുന്നതിൽ നിന്ന് എന്താ പറയാ ഒരു തടസ്സമായി നിൽക്കുന്നത്? നിങ്ങളുടെ ഫീലിങ്സ് ആണോ അതോ മറ്റെന്തെങ്കിലും എനർജീസ് ആണോ? നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് എനർജി? ഓക്കെ, എന്താണ് നിങ്ങളെ ഇപ്പോൾ നിങ്ങളെ തടയുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും വെല്ലുവിളികൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇതിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, എന്ത് ഗൈഡൻസ് ആണ് അല്ലെങ്കിൽ എന്ത് ലെസൺ ആണ് നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ളത്? എന്താണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന്? ഓക്കെ, ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കിങ് ഓഫ് വാണ്ട്സ്. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എല്ലാം നിങ്ങളിലുണ്ട്. നിങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം റെഡിയാക്കി കയ്യിൽ വെച്ചിരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഈഗോ, എന്തോ ഒരു ഇമോഷണൽ ഫാക്ടർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. അതിന്റെ എക്സിക്യൂഷൻ ആണ് നിങ്ങളുടെ പുറകിലോട്ട് വലിക്കുന്നത്. ഒരു എക്സ്റ്റേണൽ തിങ്സും അല്ല. എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് കഴിയും എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഒരാളെ കോൾ ചെയ്യണം അല്ലെങ്കിൽ ഒരാളെ കോണ്ടാക്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ചിന്തിച്ചോളൂ. പക്ഷെ നിങ്ങൾ വിചാരിക്കുകയാണ് അവരെന്തായാലും എന്നെ വിളിച്ചോളും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ്. ഒരിക്കലും അങ്ങോട്ട് വിളിക്കാൻ തയ്യാറാകുന്നില്ല. ചിലപ്പോൾ അവർ വിട്ടുപോയാൽ ഒരു കോണ്ടാക്ട് പോയി എന്നുള്ള പോലെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ അവർ ചെയ്യും, അല്ലെങ്കിൽ അത് വന്നോളും, എനിക്ക് കഴിവുണ്ട്, ഞാൻ ഭയങ്കര എന്താ പറയാ എല്ലാത്തിലും എല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു അമിതമായ വിശ്വാസം, ഓവർ കോൺഫിഡൻസ് ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളുടെ അടുത്തുണ്ട്. അതാണ് നിങ്ങളെ പുറകിലോട്ട് വലിക്കുന്ന എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പാഷൻ ഉണ്ട്, നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്, നിങ്ങൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ പറയാണ് ഓക്കെ അത് വർക്കൗട്ട് ആവുന്നില്ല, ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല എന്നൊരു സ്റ്റേജിലാണ് അല്ലെ? അപ്പോൾ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു ബ്ലോക്ക് ഉള്ളത്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, അങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ നിന്ന് മാറ്റുക. സോ അതാണ് നിങ്ങളെ പുറകിലോട്ട് വലിക്കുന്നത്. എന്ത് പുതിയ കാര്യങ്ങളും എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്നാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ എന്ത് പുതിയ കാര്യം വന്നാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുക, മാറ്റങ്ങളെ അംഗീകരിക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചേഞ്ചസ്, ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു കംഫർട്ട് സോൺ അതല്ലെങ്കിൽ ഒരു കംഫർട്ടബിലിറ്റി ഇല്ലാതെ വരുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കും. അങ്ങനെയല്ല, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതിനെ അംഗീകരിക്കുക.
അത് എപ്പോഴും നിങ്ങളുടെ കരിയറിലായാലും റിലേഷൻഷിപ്പിലായാലും ലൈഫിലായാലും എവിടെയായാലും ഓക്കെ, അത് വളരെ പോസിറ്റീവ് തിങ്സ് അട്രാക്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട്, കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, നിങ്ങൾ അതിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയും ഉണ്ട്, യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്, എല്ലാം അനുകൂലമാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള എന്തൊക്കെയോ ഫീലിങ്സ്, ആ ഒരു ഫീലിങ്സ് മാത്രമാണ് നിങ്ങളെ പുറകിലോട്ട് വലിക്കുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്. നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ളത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളത്, എല്ലാം നിങ്ങൾ വിചാരിച്ചാൽ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. മൂവ് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പല പല ഇമോഷൻസിലൂടെ പോകാതെ നമുക്ക് എന്താണോ വേണ്ടത് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. സോ കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, വിചാരിക്കൂ നിങ്ങൾ കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ തന്നെ ഫീലിങ്സ് ആണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ആണ്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ, വൺസ് നിങ്ങൾ അതിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ കാത്തിരിക്കുന്നത് വളരെ സക്സസ് ആണ്, നല്ലൊരു പ്രോസ്പെറിറ്റി ആണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. ഓക്കെ, ഫാമിലി ആയാലും കരിയറിലായാലും ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. സോ നിങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി നിന്ന് ചിന്തിക്കുക. എന്താണ് ഞാൻ മാറേണ്ടത്, എന്താണ് എന്നിൽ ഞാൻ മാറ്റം വരുത്തേണ്ടത്, എന്ത് തോട്ട് പ്രോസസ്സാണ് ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് വരുത്തേണ്ടത് എന്ന് ചിന്തിക്കുക. അതനുസരിച്ച് നിങ്ങൾ മാറുക. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സ്, ഗോഡ് നമ്മുടെ കയ്യിൽ കൊണ്ട് എത്തിച്ച കാര്യങ്ങൾ നമ്മുടെ ചെറിയ ചെറിയ എന്താ പറയാ ഇമോഷണൽ ഫീലിങ്സിൽ അത് നശിപ്പിക്കാതിരിക്കുക. ഓക്കെ ഓക്കെ, വളരെ നല്ലൊരു റീഡിംഗ് ആണ്. നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, നിങ്ങൾക്ക് തന്നെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഗൈസ്, സോ ഇതൊരു ജനറിക് റീഡിംഗ് ആണ്. ഓക്കെ, റെസനേറ്റ് ചെയ്യുന്ന കുറച്ച് പേർക്ക് ഇത് റെസനേറ്റ് ആകും. ഓക്കെ, റെസനേറ്റ് ആകുന്നവർ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇവന്റ്സുമായിട്ട് കണക്ട് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കമന്റ് ചെയ്യണം. ഓക്കെ, റെസനേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി, just ignore this video. Okay, hope you like this video. So stay tuned, have a nice day.